ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ സോഷ്യൽ മീഡിയയിൽ ഖാരായി രാജൻ എന്ന് പറയുന്ന കൊലയാളിയെ CPM തലശ്ശേരിയിൽ മത്സരിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു വലിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ പല വിധത്തിലുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ചില അന്തംഗമ്യ അടിമകൾ, ഈ സൈബർ ക്രിമിനലുകൾ ഉണ്ടല്ലോ, തെമ്മാടികൾ, ആ തെമ്മാടികളിൽ ഒരുത്തൻ പറയുന്നത് ഇപ്രകാരം. ആരാ പറയുന്നത്? ഗർഭം ഉണ്ടാക്കിയതിന് ജയിലിൽ അടച്ച് ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങി കോടതി കയറിറങ്ങുന്ന മലവാണം എന്നിട്ട് അവൻ ഇളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മലവാണത്തിനോട്, ഈ പറഞ്ഞ മലവാണത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ആരാ ജയിലിലടച്ചേ? ഗർഭം കലക്കിയതിന് ആരാടോ ജയിലിലടച്ചത്? ആരാ ജയിലിലടച്ചേ? പിണറായി വിജയൻ അല്ലേ? എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഒരു ഊമ്പിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ. ആരുണ്ടാക്കിയ പരാതി? പിണറായി വിജയൻ ഉണ്ടാക്കിയ പരാതി അല്ലേ? ഇതേ വിജയൻ ഇനി പരാതികളുടെ അടിസ്ഥാനത്തിൽ ജയിലിലടക്കാനാണെങ്കിൽ എന്തുകൊണ്ട് PT കുഞ്ഞുമുഹമ്മദിനെ ജയിലിലടച്ചില്ല? ആ പരാതി ഇതേ വിജയൻ ഭാര്യ കമലയുടെ അണ്ണാക്കിൽ തള്ളി ഒളിപ്പിക്കുകയല്ല ചെയ്തത്. എന്നിട്ട് ആ പരാതി കൊടുത്ത ആശ ആച്ചി ജോസഫ് എത്ര തവണയാണോ പിണറായി വിജയനോട് ചോദിച്ചത്, ഈ തൈക്കണ്ടി വിജയനോട് ചോദിച്ചത്, എടോ വിജയ, എൻ്റെ പരാതി താനെന്തേ പുഴുങ്ങി തിന്നോ എന്ന്. അപ്പോൾ വിജയൻ എന്താ മറുപടി പറഞ്ഞത്? ഇല്ല, ഞാൻ പുഴുങ്ങാതെ കമലയുടെ അണ്ണാക്കിൽ തള്ളിയിട്ടുണ്ട് എന്നല്ലേ വിജയൻ മറുപടി പറഞ്ഞത് അല്ലേ? അപ്പോൾ ഏത് പരാതി, എന്ത് പരാതി? ഈ പരാതി വന്നാൽ നമ്മുടെ നാട്ടിൽ എപ്പോഴാണ് ജയിലിൽ അടക്കേണ്ടത്? യഥാർത്ഥത്തിൽ കുറ്റം ചെയ്താൽ വിചാരണകൾ കഴിഞ്ഞ് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുമ്പോഴാണല്ലോ ശിക്ഷ വിധിക്കുന്നത്. ഈ പരാതികളൊക്കെ കോടതിയിലെത്തിയപ്പോൾ എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതികളൊക്കെ കോടതിയിലെത്തിയപ്പോൾ എന്ത് ചോദ്യമാണ് കോടതി ചോദിച്ചത്? പരാതിയിൽ പറയുന്ന ബലാത്സംഗം എവിടെ? പരാതിയിൽ പറയുന്ന ഗർഭം കലക്കൽ എവിടെ? പരാതിയിൽ പറയുന്ന പീഡനം എവിടെ? എടോ, നിനക്കൊക്കെ നല്ല അസൂയ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. കാരണം നിനക്കൊന്നും കിട്ടാത്തത് രാഹുലിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അയാൾ വലിയൊരു സക്സസ്ഫുൾ മാനാണ്. കാരണം കുറേ കാലത്തിന് ശേഷം കിടന്നു കൊടുത്ത്, വിരിച്ച് കിടന്നു കൊടുത്ത് ആസ്വദിച്ചു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അത് പീഡനമാക്കി മാറ്റി പല കാരണങ്ങൾ കൊണ്ട്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നീയൊക്കെ പലരെയും ഇങ്ങനെ കൊത്താൻ ചൂണ്ടയിട്ട് നടക്കുക എന്നല്ലാതെ നിൻ്റെ ചൂണ്ടയിലൊന്നും ആരും കൊത്താത്തതിന് നിനക്ക് രാഹുലിനോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. അത് അയാളുടെ കഴിവ്. അയാൾ പല ചൂണ്ടയിട്ടു, പല ആളുകൾ കൊത്തി, പല ആളുകൾ കിടന്നു, പല ആളുകൾ പാവിരിച്ചു. നിനക്കൊന്നും അത് കിട്ടാത്തതിന് ഇത്ര വലിയ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ രാഹുലിനെ ജയിലിൽ അടച്ചതിൻ്റെ മൊറാലിറ്റി എന്താണ് എന്നുള്ളത് കോടതി തന്നെ ചോദിച്ചതാ അല്ലേ? രാഹുലിനെ ജയിലിലടക്കാൻ എന്ത് നടപടിക്രമങ്ങളാണ് പാലിച്ചത്? ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെ ജയിലിലടച്ച്? രാഹുൽ കുറ്റക്കാരൻ. ഈ ജയിലിലടച്ച പരാതി മാത്രം നിങ്ങൾ നിർത്തി വെച്ച് നോക്ക്. ബാക്കി 2 ഊമ്പിത്തൊലഞ്ഞ്, 3 ഊമ്പി. ഇനി ജയിലിലടച്ചല്ലോ, ജയിലിലടച്ചു എന്ന് പറയുന്ന ആളുകൾ ജയിലിൽ അടച്ചത് എന്തിനാ? ഈ പരാതിയിൽ രാഹുലിന് ജാമ്യം നൽകിയപ്പോൾ കോടതി ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാ? എന്തിന്? ഞാനതൊന്നും ചോദിക്കുന്നില്ല. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ വേറെ വലിയ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് കോടതി സിമ്പിളായിട്ട് ചോദിച്ചെന്താ? എവിടെ ബലാത്സംഗം, എവിടെ പീഡനം, എവിടെ ഗർഭം കലക്കൽ? അപ്പോൾ സ്വാഭാവികമായിട്ടും അന്തംഗമ്യ അടിമകൾക്ക് വല്ലാത്തൊരു സങ്കടമുണ്ട്. എന്താ സങ്കടം? ഇവനിക്കൊന്നും കിട്ടാത്തത്. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവേ ഉള്ള ഒരു പരിപാടിയാണ്. നമുക്കൊന്നും കിട്ടുന്നില്ല, മറ്റുള്ളവൻ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൽ വലിയ അസൂയ, വലിയ കുശുമ്പ്. അപ്പോൾ അത് കാണുമ്പോൾ സദാചാരം കുരുപൊട്ടിയൊലിക്കുന്ന കുറേ ആളുകൾ. എന്നാൽ ഇവന്മാരൊക്കെയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വലിയ സദാചാരവാദിയല്ലേ പിണറായി വിജയൻ? വിജയന് ഈ പറയുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നവംബർ 24 എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഒഫീഷ്യൽ പരാതി വരുന്നതിൻ്റെ 10 ദിവസം മുമ്പ് PT കുഞ്ഞുമുഹമ്മദിനെതിരെ പരാതി പിണറായി വിജയൻ്റെ മുന്നിലെത്തുന്നു. ആ പരാതി എന്താ കാണിച്ചേ? കമലയുടെ അണ്ണാക്കിൽ തള്ളി വിജയൻ. കേരളത്തിലെ ഏറ്റവും വലിയ സദാചാര നേതാവാരാ? പിണറായി വിജയൻ. എന്നിട്ടോ ആ പരാതി കമലയുടെ അണ്ണാക്കിൽ തള്ളി. ഇനി പിണറായി വിജയൻ്റെ ഓഫീസിൽ മറ്റൊരുത്തരുണ്ട്, P ശശി. പാർട്ടിയിലെ വനിതാ നേതാവിനെ പീഡിപ്പിച്ച് യൂസ് ചെയ്ത് കൊണ്ടു നടന്ന വ്യക്തിയാണ്. P ശശി. ആ വ്യക്തിക്കെതിരെ പരാതി, വനിതാ നേതാവിൻ്റെ പരാതി, DYFIയുടെ വനിതാ നേതാവിൻ്റെ പരാതി.
പി ശശി വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ഒരു മുതിർന്ന നേതാവ് പ്രായമായി പാർട്ടിയുടെ പൊതുപ്രവർത്തന രംഗത്തൊക്കെ മാറി വീട്ടിൽ വിശ്രമ ജീവിതം നയിച്ചു കൊണ്ടിരുന്ന സമയത്ത് തൻ്റെ മകളെ ആ മുതിർന്ന നേതാവിൻ്റെ മകളെയും ശശി ഉപയോഗിച്ചു. എന്നിട്ട് പരാതി വന്നപ്പോൾ എന്താ ചെയ്ത പിണറായി വിജയൻ? നേരെ പിടിച്ചു കൊണ്ടുവന്ന് പ്രൈവറ്റ് സെക്രട്ടറി ആക്കി. എന്താ കാര്യം? പ്രൈവറ്റ് സെക്രട്ടറി ആക്കി കഴിഞ്ഞാൽ പിന്നെ ആ പ്രൈവറ്റ് സെക്രട്ടറിയാണ് അണിയറയിലിരുന്ന് പല നിയന്ത്രണങ്ങളും കരുക്കളും നീക്കുന്നത്. അപ്പോൾ ഒരു നിയമത്തിൻ്റെ ഒരു ആളും തൻ്റെ അടുത്തേക്ക് എത്തില്ല, നിയമം തൻ്റെ അടുത്തേക്ക് വരില്ല, ശശിയുടെ അടുത്തേക്ക് എത്തില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി പ്രൈവറ്റ് സെക്രട്ടറി ആക്കി നിയമിച്ചു. എന്നിട്ട് ആ പിണറായിയുടെ തീട്ടം നക്കുന്ന ഈ അടിമകൾ രാഹുലിനോട് എന്ത് പറയുന്നു? നിന്നെ അറസ്റ്റ് ചെയ്തില്ലേന്ന്. എന്തറസ്റ്റടോ? അറസ്റ്റൊക്കെ പിണറായി വിജയൻ അധികാരത്തിൻ്റെ ഹുങ്കും ധാർഷ്ട്യവും അതിനേക്കാളൊക്കെ ഉപരി എടോ വിജയ എന്ന് ഈ വയസ്സാം കാലത്തും പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി ഒരു 35 വയസ്സുകാരൻ വിളിക്കുമ്പോൾ അവനെ ഒന്ന് പൂട്ടണം എന്നുള്ള അതിയായ ആഗ്രഹത്തിൻ്റെ പുറകിൽ ചെയ്തതല്ലേ അത്. അപ്പോൾ അതൊക്കെ അധികാരത്തിലിരിക്കുന്ന കൊണ്ട് ആരെയും വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ അല്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അറസ്റ്റ് ചെയ്തത് കൊണ്ട് ഒരാൾ കുറ്റക്കാരനൊന്നും ആവുന്നില്ല. അതും ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അറസ്റ്റുകളൊക്കെ വളരെ കൃത്യമായിട്ട് അജണ്ടകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റുകൾ നടക്കുന്നത് അല്ലേ? എന്നാൽ പിന്നെ ഞാനൊരു കാര്യം, അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്, എന്തേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഔദ്യോഗികമായിട്ടൊരു പരാതി ലഭിക്കുന്നതിൻ്റെ 10 ദിവസം മുമ്പ് PT കുഞ്ഞുമുഹമ്മദിനെതിരെ ഒരു പരാതി വന്നിരുന്നല്ലോ. എന്തേ ആ PT കുഞ്ഞുമുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാതിരുന്നത്? എന്തേ കേസ് പോലും രജിസ്റ്റർ ചെയ്യാതിരുന്നത്? എന്തേ ആ പരാതി വന്നത് വളരെ രഹസ്യമാക്കി കാത്തു സൂക്ഷിച്ച് PT കുഞ്ഞുമുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാത്തത്? അറസ്റ്റ് ചെയ്തതിന് ശേഷമല്ലേ നമ്മൾ അറിയേണ്ടത് അങ്ങനെ ഒരു പരാതി വന്നു, പീഡന പരാതി വന്നുകൊണ്ടാണ് PT കുഞ്ഞുമുഹമ്മദിനെ അറസ്റ്റ് ചെയ്തത്. അങ്ങനെ ഒന്നും ഉണ്ടായില്ലല്ലോ PT കുഞ്ഞുമുഹമ്മദിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഈ പറയുന്ന അന്തംകമ്മി അടിമകൾ രാജാവിൻ്റെ തീട്ടം നിന്നും രാജാവിൻ്റെയും ഗണേഷ് കുമാറിനെ പോലെയുള്ള ആളുകൾക്ക് വ്യഭിചരിക്കാനുള്ള വേശ്യകളെ കൊണ്ടുവന്ന് ഇറക്കിക്കൊടുത്ത് പണിയെടുക്കലാണ് രാജാവിൻ്റെ ദോഷം. ആ രാജാവിൻ്റെ തീട്ടം നിന്ന അടിമകൾ രാഹുലിനെതിരെ കുരക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ കാരായി രാജനൊക്കെ പക്കാ ക്രിമിനലാണ്, നല്ല ഒന്നാം തരം ഗുണ്ടയാണ്, നല്ല ഒന്നാം തരം തെമ്മാടിയാണ് എന്നൊന്നും അറിയാത്ത ആളുകളല്ലല്ലോ കേരളത്തിലുള്ളത് അല്ലേ? കേരളത്തിലെ കോടതിക്ക് പോലും ബോധ്യപ്പെട്ട കാര്യമല്ലേ? ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനോട് കോടതി ഒന്നും പറഞ്ഞിട്ടില്ല. ഇവൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇവൻ്റെ ഫോൺ ഞങ്ങൾക്ക് വേണം, അതിൻ്റെ പാസ്വേഡ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞത് അതൊന്നും പറ്റൂല, അതൊന്നും നീ കൊടുക്കണ്ടടാ മോനെ എന്നാ കാരായി രാജനോട് കോടതി പറഞ്ഞതെന്താ? നീ കണ്ണൂർ ജില്ലയിൽ കാല് കുത്തിപ്പോകരുത് എന്ന്. എന്തുകൊണ്ടാ? പക്കാ ക്രിമിനലാ. മനസ്സിലായില്ലേ? പക്കാ ക്രിമിനൽ. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഫസലിനെ വെട്ടിക്കൊന്നതും പോരാഞ്ഞിട്ട് അതിനെ ഒരു ഹിന്ദു മുസ്ലിം വർഗീയ കലാപമുണ്ടാക്കുവാൻ ആക്കി മാറ്റുവാനുള്ള ശ്രമം നടത്തിയവരായി കാരായി രാജൻ എന്ന് പറഞ്ഞാൽ ക്രിമിനൽ എന്നതിനപ്പുറം, പൊളിറ്റിക്കൽ തെമ്മാടി എന്നതിനപ്പുറം ഒരു ഭൂലോക വിഷമാണ് ഈ കാരായി രാജൻ. ഫസലിനെ കൊന്നിട്ട് അതിൻ്റെ തെളിവുകൾ നശിപ്പിച്ചിട്ട് അങ്ങ് മൂടും തട്ടി പോകാനല്ല ശ്രമിച്ചത്, മറിച്ച് ഫസലിനെ കൊന്നിട്ട് അതൊരു ഹിന്ദു മുസ്ലിം വർഗീയ കലാപമാക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് കാരായി രാജൻ. ആ കാരായി രാജനെ എന്ന് പറയുന്ന ഭൂലോക ക്രിമിനലിനെ ചൊറിയുമ്പോൾ പിന്നെ ഞാനിപ്പോൾ ആലോചിക്കുന്നത്, മുമ്പ് ഒരാളൊരു കഥ പറഞ്ഞിട്ടുണ്ടായിന്, ആലപ്പുഴയിലെ ഒരു കഥ. എന്താ ആലപ്പുഴയിലെ കഥ? പാർട്ടിയിലെ ഏരിയ കമ്മിറ്റിയിൽ പെടുന്ന വനിതാ മെമ്പർ പ്രഗ്നൻ്റായി. ആരാ ഉത്തരവാദി? ഏരിയ കമ്മിറ്റി സെക്രട്ടറി. അപ്പോൾ പാർട്ടി അന്വേഷണം നടത്തിയിട്ട് 3-ാം മാസത്തിൽ ഒരു തീരുമാനം പറഞ്ഞു, ഇവിടെ പീഡനവും നടന്നിട്ടില്ല, ഗർഭിണിയും ആയിട്ടില്ല എന്ന്. പക്ഷെ വയറ്റിലുള്ള കുഞ്ഞിനതങ്ങനെ പാർട്ടി പറഞ്ഞത് കേട്ടിരിക്കാൻ പറ്റൂലല്ലോ. 9 മാസം കഴിഞ്ഞപ്പോൾ ഈ ഏരിയ കമ്മിറ്റി അംഗം പ്രസവിച്ചു. ഉടനടി ഈ സദാചാരം ആരോപിച്ചിട്ട് ഈ വനിതാ അംഗത്തെ പുറത്താക്കി പാർട്ടിയിൽ നിന്ന്. അങ്ങനത്തെ ഊളകളാണ്, അങ്ങനത്തെ ഈ പറയുന്ന മൂലം കടയുന്ന കഴപ്പ് മാറാത്ത ആളുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുരച്ചുകൊണ്ടിറങ്ങി പുറപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ
ഇപ്പം എനിക്കിത് കണ്ടപ്പോൾ ഇതിനോട് പ്രതികരിക്കാതിരിക്കാൻ പറ്റിയില്ല. പ്രതികരിക്കണമെന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധമായിരുന്നു. അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്താ പറയുന്നത്? ഗർഭം ഉണ്ടാക്കിയതിന് ജയിലിൽ അടച്ച് ഇപ്പോൾ ജാമ്യത്തിലിറങ്ങി. ആര് ജയിലിലടച്ചു? പിണറായി വിജയൻ അല്ലേ? എന്നാൽ പിന്നെ ഗർഭം ഉണ്ടാക്കിയതിനും പീഡിപ്പിച്ചതിനും ജയിലിലടക്കാനാണെങ്കിൽ എന്തോടോ പിണറായി വിജയൻ പി.ടി. കുഞ്ഞഹമ്മദിനെ ജയിലിലടക്കാതിരുന്നത്? അപ്പോൾ പിണറായി വിജയന് നല്ല കൃത്യമായിട്ട് തൻ്റെ മുഖത്ത് നോക്കിയിട്ട് എടാ വിജയ എന്ന് വിളിക്കുക മാത്രമല്ല, അത് കേരളക്കാരെ ഒന്നടങ്കം കേൾക്കുകയും ചെയ്തു. അതാണ് പ്രശ്നം. ഇപ്പോൾ സ്വകാര്യമായിട്ട് എടോ വിജയ അല്ലെങ്കിൽ എടോ ചെറ്റേ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വകാര്യമായിട്ട് ആ വിളിച്ച ആളും കേട്ട ആളും മാത്രമേ കേട്ടുള്ളൂ എന്ന് വിചാരിക്കാം. ഇത് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ കേരള ജനത ഒന്നടങ്കം കേട്ടു. അവരുടെ മുമ്പിൽ ആരാവാനാ ശ്രമിക്കുന്നത്? രാജാവാ. ആ രാജാവിൻ്റെ തീട്ടം നിന്ന അടിമകളും ഇത് കേട്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സംഭവം അടിമകളാണ്, തീട്ടമാണ് നക്കുന്നത്, ഒക്കെ ശരി തന്നെ. പക്ഷെ അവരും കൂടി അവർ തീട്ടം നക്കുന്നത്. ആ തീട്ടം നക്കുന്ന അടിമകളുടെ മുന്നിൽ ഒരുത്തം വന്നിട്ട് മുഖത്ത് നോക്കിയിട്ട് എടോ വിജയ എന്ന് ഒരു ആക്രോശം അങ്ങോട്ട് ആക്രോശിച്ചാൽ ആരാളെങ്കിലും ഒന്ന് ചൂളിപ്പോകൂലേ? അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് എന്താക്കി? മൂക്ക് വലിച്ചോ? ഇപ്പം ഈ അറസ്റ്റ് ചെയ്തപ്പോൾ കോടതി എന്താ ചോദിച്ചേ? ആര് പറഞ്ഞിട്ട്? എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? എവിടെ ബലാത്സംഗം? എവിടെ പീഡനം? എവിടെ ഗർഭം? എവിടെ ഗർഭം കലക്കൽ? ഇനി കലക്കി എന്ന് പറയുന്ന ആളുകളാണ് എനിക്ക് വലിയ ഭൂലോകത്ത് കോമഡി ആയിട്ട് തോന്നുന്നത്, അല്ലേ? ഇവരൊക്കെ ഇവരുടെ ഒരു ധാർമ്മികത നോക്ക്. ഭർത്താക്കന്മാരെ വീട്ടിലിരുത്തിയിട്ട് കാമുകനോടൊപ്പം ഹോട്ടൽ മുറിയിൽ പോയി കിടന്നു കൊടുക്കുക. ധാർമ്മികത എങ്ങനെ നിറഞ്ഞു തുളുമ്പുകയാണ് ഇവർക്കൊക്കെ. അവർ തന്നെ എന്നൊരു പരാതി കൊടുക്കാനോ, എന്നിട്ട് ആ പരാതിയിന്മേൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനും. എനിക്കതാണ് കോമഡി മനസ്സിലാവാത്തത്. എന്നാൽ പിന്നെ ഈ പരാതി കൊടുത്ത ആളെ ആദ്യം അറസ്റ്റ് ചെയ്യണം, അല്ലേ? ഭർത്താവിനെ വഞ്ചിച്ചതിന്, കാമുകനെ വഞ്ചിച്ചതിന്. ഈ തേപ്പിൻ്റെ ഒരു പുതിയ ലോകത്തേക്കാണ് കടന്നു പോകുന്നത്. വ്യഭിചാരം. ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ലെന്നേ. അതല്ല ഇപ്പം മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഭർത്താവിനെ വഞ്ചിച്ച് കാമുകന് വേണ്ടി ഹോട്ടൽ മുറി എടുക്കുക, ഹോട്ടൽ മുറികളിൽ കാമുകനോടൊപ്പം പോയി കിടക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഗർഭിണിയായിട്ട് ആ കാമുകനോട് എന്നെ അബോർഷന് വേണ്ടിയുള്ള മരുന്ന് എത്തിച്ചു തരണമെന്ന് ആവശ്യപ്പെടുക, ലൊക്കേഷൻ അയച്ചു കൊടുക്കുക, എത്തിക്കേണ്ട അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾ കഴിയുമ്പോൾ പറയാ അവൻ എന്നെ പീഡിപ്പിച്ചു, ഞാൻ ഗർഭിണിയായി, അവൻ എന്നെ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി. ഇത് എന്നിട്ട് ഏറ്റുപിടിച്ച് നടക്കാൻ കുറേ തീട്ടം നിൽക്കുന്ന കുറേ അടിമകളോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.